നമ്മളൊരു വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരും ഇരിക്കാൻ പാടില്ലല്ലോ പക്ഷേ. ഇതെല്ലാവരും എഴുന്നേറ്റോളി. ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. ഈ വീടിന് നമുക്ക് ഒളിച്ചോടാൻ നടക്കൂല. ഏതാണ് ആ വീട്? ഒന്ന് ഗസ്. ജയിലല്ല. നമ്മള് ജീവൻ ജീവിച്ചു തീർക്കേണ്ട വീട് ഏതാണ്? ഭൂമിയാണോ? ബഹിരാകാശത്ത് വല്ലതും പോയി ജീവിക്കാമല്ലോ. നമ്മുടെ ശരീരമാണത് അല്ലേ? നമ്മുടെ ശരീരം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് മരണം വരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി വേണേ കുറച്ച് നേരം ഇരുന്നോളി. ഏതായാലും നമുക്കൊരു ചെറിയൊരു മന്ത്രം കൊണ്ട് തുടങ്ങാം അല്ലേ? എന്തും മന്ത്രം കൊണ്ട് തുടങ്ങുന്നുള്ള നല്ലത്. അപ്പൊ എല്ലാരും ഉറക്കെ പറയണം. ഓക്കെ? ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ എന്താണ് എല്ലാവരും മന്ത്രത്തിലെല്ലാം മടിച്ചിരിക്കുന്നത്? കമോൺ കമോൺ കമോൺ. നമ്മളൊന്ന് ആഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ വീടിന്റെ ചുറ്റും അല്ലെങ്കിൽ കോളേജിന്റെ ചുറ്റും കുറെ ഗാർഡൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ നല്ല രസമായിരിക്കോ? ആണോ അല്ലേ? നമ്മൾ ശരിക്കും ചിരിക്കുമ്പം അതിന് ഒറിജിനൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വല്ല കാർട്ടൂൺ കഥാപാത്രം വേണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമഡി സിനിമ വേണമെന്നൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് വെറുതെ ചിരിച്ചാലും നമ്മളുടെ ഈ വീടിൽ എന്താ സംഭവിക്കുക? അവിടെ നല്ല വർണ്ണശബളമായ പൂക്കൾ വിരിയും, നല്ലൊരു വസന്തം വിരിയുന്ന നല്ല മന്ദമാരുതൻ അലയടിക്കും, നല്ല പോസിറ്റീവ് ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടും. അറിയോ ഏതൊക്കെയാണ് പോസിറ്റീവ് ഹോർമോൺസ്? സെറട്ടോണിൻ. സെറട്ടോണിൻ എന്തിനാണ്? സന്തോഷത്തിന്റെ ഹോർമോണാണ്. നിങ്ങൾ വെറുതെ ചിരിച്ചാൽ മതി. നിങ്ങൾ പരീക്ഷക്കൊക്കെ എഴുതാൻ പോകുമ്പോൾ എന്ത് ചെയ്യാന്നറിയോ? ഒരു അരമണിക്കൂർ വെറുതെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെറുതെ അങ്ങോട്ട് ചിരിക്കുക. ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരിച്ചാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ള ഒരു എനർജി എത്രയോ അധികം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇന്നിപ്പോ നിങ്ങളെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഞാൻ കുറച്ച് ലാഫ്റ്റർ യോഗ ചെയ്യണം ഞാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. മാഷ് പറഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് ലാഫ്റ്റർ യോഗ റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ ഞാൻ പോസിറ്റീവ് ആക്കി, അതൊക്കെ വീഡിയോ ഇട്ടു. ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ലാഫ്റ്റർ യോഗ ചെയ്താൽ എന്തൊരു സുഖമാണ്, എന്തൊരു സുഖം തോന്നിപ്പോയി. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും നമ്മളുടെ ഏറ്റവും വലിയ വെൽത്ത് എന്താണ്? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഹെൽത്ത് ഈസ് വെൽത്ത്. ഓക്കെ, ഒരു ക്ലാപ്പ് പിടിക്കുക എല്ലാവർക്കും. ഹെൽത്ത് ഈസ് വെൽത്ത്, അതെന്നാണ് ഏറ്റവും വലിയ വെൽത്ത് അല്ലേ? അപ്പൊ ഇന്ന് രാവിലെ വ്യായാമം ചെയ്തോണ്ട്, ഇന്നിപ്പോ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, വ്യായാമം ചെയ്തുകൊണ്ട് വന്നവരാരൊക്കെയാ? ഒന്ന് കൈബുക്ക്. ആരാ? എത്ര പേരുണ്ട്? രാവിലെ 5:20 എഴുന്നേറ്റ് 5 മണിക്ക്, ഞാൻ 5:20 എഴുന്നേൽക്കല്, 5 മണിക്ക് എഴുന്നേറ്റുള്ള ആരൊക്കെ ഉണ്ട്? ഒരു മാഷ്. ഓക്കെ, ഒരു ക്ലാപ്പ് പിടിക്കുക. കൈ പൊന്തുന്നില്ല. നമ്മൾ ഒരു ദിവസം നമ്മളെ സ്വന്തം വീടിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിക്ക് പോകണം, നിങ്ങൾക്ക് പഠിക്കാൻ പോകണം, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ രാവിലെ നമ്മൾ മാറ്റി വെക്കണം. എന്നാലേ നമുക്ക് എന്താക്കുള്ളൂ പറ്റുള്ളൂ, ഈ ഹെൽത്ത് നമുക്കൊരു വെൽത്തായി മാറുള്ളൂ. അല്ലെങ്കിൽ എന്താവും? നമ്മളെ വീട് ആകെ വൃത്തികേടായി പോകും അല്ലേ? അങ്ങനെയല്ല സംഭവിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യണം. രാവിലത്തെ ഒരു മണിക്കൂർ. ഞാനെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ. അത്യാവശ്യം 12:30 വരെ നല്ല പേഷ്യൻസ് തന്നെയായിരുന്നു. 12:30 ആയപ്പോഴാണ് ഞാൻ ഉറങ്ങി. എന്നാലും ഞാൻ 5:20 എഴുന്നേറ്റു. കാരണം എൻ്റെ വീട് ശരിക്ക് നല്ല ആരോഗ്യത്തോടെ പരിപാലിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ അവിടെ നല്ല, ഇന്നിപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ എനിക്ക് ക്ഷീണമൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ രാവിലത്തെ ഡോസ് ഓഫ് എക്സസൈസ് അങ്ങ് ചെയ്തുകൊണ്ടാണ്. രാവിലെ നമ്മൾ എന്തായാലും രാവിലെ ഒരു എഴുന്നേറ്റപാട് തന്നെ ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ മതി. എന്നിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും. ആ ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക? നിങ്ങളുടെ ശരീരത്തിൽ പെയിൻ കില്ലർ ആയിട്ടുള്ള എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളിൽ സ്നേഹവും കാരുണ്യവും ദയൊക്കെ ഉണ്ടാക്കുന്ന ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപ്പമിൻ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ ആവേശം നൽകുന്ന ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും ബെനിഫിറ്റ് ആണ് ഒരു എക്സസൈസ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മരുന്ന് തരാൻ വിചാരിച്ചാൽ അതിന് പറ്റിയ ഏറ്റവും ഉചിതമായ ഒരു മരുന്ന് എന്താണ്? വെരി ഗുഡ്. ഒരു ക്ലാപ്പ് പിടിക്കുക എല്ലാവരും നന്നായി ഒന്ന് ആഞ്ഞ് ക്ലാപ്പ് പിടിക്കുക. ക്ലാപ്പ് ചെയ്യുന്നതും ഓക്കെ. അപ്പൊ എന്താണ്? അതാണ് ഏറ്റവും നല്ലൊരു മെഡിസിൻ എന്ന് പറയുന്നത്.
അതാ പാരസെറ്റമോൾ എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പൊ ഏതായാലും നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം ആദ്യം അല്ലേ? ഒരു ബ്രീത്തിങ് എക്സസൈസ്. ഓക്കെ, നമ്മൾ ശ്വാസം ഒരു 4 സെക്കൻഡ് ഉള്ളോട്ട് എടുക്കാം, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് പുറത്തോട്ട് വിടുക, വീണ്ടും 4 സെക്കൻഡ് ഇൻഹെയിൽ. ഇങ്ങനെ ഒരു 10 റൗണ്ട് നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ് നമുക്ക് റിലീഫ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം, നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? കോർട്ടിസോൾ, അഡ്രിനലിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ആണ്. മനസ്സിലായി? ഇത് നമ്മളെ ഭയങ്കര വേവലാതി ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണോ നമുക്ക് ഈ സ്ട്രെസ് തരുന്നത്? അല്ല, പ്രശ്നങ്ങൾ ഒരു കാരണം മാത്രമാണ്. അത് നമ്മൾ ഒരു സ്റ്റോറി ആയിട്ട് ചിന്തിച്ചുണ്ടാക്കുക ചെയ്യാം. എവിടുന്നാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ നമ്മളെ? ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ലോകത്ത് എന്ത് സംഭവിച്ചാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. അത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം സോൾവ് ചെയ്യൂല. നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കൂല, മറിച്ച് നമ്മൾ ആരോഗ്യം നശിക്കുകയേ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ അത് നിങ്ങൾ ദേഷ്യം പിടിച്ച് പ്രതികരിക്കേണ്ട കാര്യമല്ല. ഇപ്പൊ ഒരു ദേഷ്യം പിടിച്ച് രക്ഷിതാക്കളെ മുമ്പിൽ നിങ്ങൾ കൗമാരപ്രായത്തിലുള്ള ആൾക്കാർ ദേഷ്യം പിടിച്ച് നിൽക്കും. അതിലെന്ത് കാര്യമാണ് കിട്ടുക? നിങ്ങളെ എനർജിയും നിങ്ങളെ ആരോഗ്യം നശിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് അതൊന്നും പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഒറ്റയടിക്ക് ഒരു മിനിറ്റ് കൊണ്ട് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞാൽ മതി. പറ. ഒരു മിനിറ്റ് കൊണ്ട് ഒരാൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു 3-4 കാര്യങ്ങൾ പറയാം. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള 3-4 ഹാബിറ്റ്സ് എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ വെരി ഗുഡ്. ഉറക്കം, വെരി ഗുഡ്. എന്ത്? രാവിലെ എഴുന്നേൽക്കാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വ്യായാമം. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും ഈ ഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. ഇപ്പൊ ഉറക്കം, ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. ഈ ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കി നിൽക്കും, ബ്ലൂ സ്ക്രീൻ തടഞ്ഞിട്ട് അവസാനം മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയും. മെലറ്റോണിൻ കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളൊക്കെ എപ്പോഴും നല്ല സുന്ദരന്മാരും സുന്ദരികളുമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മെലറ്റോണിന്റെ ഉൽപാദനം കുറഞ്ഞാൽ അതങ്ങ് പോയി പോകും. മനസ്സിലായില്ലേ? കറക്റ്റ് ഉറക്കം കിട്ടണം. നിങ്ങൾ പരീക്ഷ തലേന്നൊക്കെ ശരിക്കും ഉറങ്ങിയിട്ടേ പരീക്ഷ എഴുതാൻ പോകാനുള്ളൂ. കാരണം എന്താ? പരീക്ഷ തലേന്ന് ഉറങ്ങിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? ഈ പഠിച്ച കാര്യം സ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ഉറക്കം കിട്ടണം. പഠിച്ച കാര്യങ്ങൾ ശരിക്കും സ്റ്റോർ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടുമോ? നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ഉറക്കം നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം. വ്യായാമം ഞാൻ പറഞ്ഞു, അത് എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം നമ്മൾ ചെയ്യണം. അപ്പോൾ അതവിടെ ഒരുപാട് സ്പോർട്സ്, പലപ്പോഴും വ്യായാമം ചെയ്യുമ്പോൾ ചിലർ പറയും വ്യായാമം ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം ഒരു ജിമ്മ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഒരു മരിച്ചൊരു കഥ പറഞ്ഞു, എല്ലാവരും പറയണ്ടേ. അത് എന്തുകൊണ്ടാണെന്നറിയോ? ചില അസുഖങ്ങൾ ഉണ്ടാവും. 35 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ജിമ്മിലായാലും മറ്റെവിടെയാലും ഒരിക്കലും അത് കോവിഡിൻ്റെ വാക്സിൻ എടുത്തിട്ടോ മറ്റേതോ ഒന്നല്ല. ചിലർക്ക് അങ്ങനെയൊക്കെ ഒരു ധാരണ. റിയാലിറ്റിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും മേലേക്ക് പഴിചാരും. ചിലപ്പോൾ കാർഡിയോമയോപ്പതി എന്ന് പറയും, ചിലപ്പോൾ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ചിലപ്പോൾ ചില കുട്ടികളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ആൾക്കാരിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ചിലപ്പോൾ പെട്ടെന്ന് ഒരു വല്ലാണ്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊഴിഞ്ഞു വീണ് മരിച്ചു പോകാനൊക്കെ സാധ്യത. അത് വളരെ റെയറായിട്ട് കാണുന്നതാണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഉള്ള കുട്ടികൾ ഇത് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തലകറക്കമൊക്കെ അനുഭവിച്ച് വീഴുന്നൊക്കെ സാഹചര്യമുള്ളവർ അവർക്ക് അത് ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാൽ തന്നെ ചില മർമ്മറൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റും, അല്ലേ? കാർഡിയോമയോപ്പതി എന്ന് പറയും. അല്ലെങ്കിൽ വത്സലാവ മാനോവർ എന്ന് പറഞ്ഞൊരു മാനോവർ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ശ്വാസം ഉള്ളോട്ട് എടുപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്യുക, കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ കുറച്ച് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ വിദൂരമായിട്ടുണ്ടാവുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ്. ജുംബ അപ്പൊ ജങ്ക് ഫുഡ്, പിന്നെ ജലാംശം നമ്മൾ ഓരോ ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? നമ്മള് 2-3 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ദിവസം ശരിക്കും കുടിച്ചിരിക്കണം. മനസ്സിലായില്ലേ? ലോകത്തെ ഏറ്റവും നല്ല ബ്യൂട്ടി ടിപ്പ് ഏതാണ്? വെള്ളമാണ്. കാരണം ഒരു മനുഷ്യന് ഗ്ലൈസിൻ കൊടുക്കുന്നത് എന്താണ്? ഈ ക്രീമും മറ്റേതൊക്കെ ആണോ?
അല്ല, പൊട്ടത്തരാണ് പറയുന്നത്, നമ്മൾ ക്രീമാണ്. അതല്ല, ശരിക്കും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഗ്ലൈസിങ് നൽകുന്നത് ജലാംശം തന്നെയാണ്. അപ്പോൾ ജലാംശം നമ്മൾ എന്നും വെള്ളം ശരിയായ രീതിയിൽ തന്നെ നമ്മൾ കുടിക്കണം. ഏതായാലും നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ കുത്തി ഇരുന്നാൽ എന്താ പ്രശ്നം എന്നറിയോ? 30 മിനിറ്റ് ഇരിക്കുന്നതിൻ്റെ അടുക്ക് ഒരു 5 മിനിറ്റ് എങ്കിലും വ്യായാമം നമ്മൾ ശരീരത്തെ ചലിപ്പിച്ചിട്ടില്ലെങ്കിൽ അതൊരു സിഗരറ്റ് വലിക്കുന്നതിന് തുല്യാന്ന് പറയും. നമുക്കറിയാലോ സിഗരറ്റ് വലി എത്രമാത്രം ഡേഞ്ചറാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നിന്നിട്ട് അവനവന് പറ്റുന്ന ഒരു വ്യായാമം നിൽക്കുന്നിടത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒന്ന് ചെയ്യാം ഓരോ മിനിറ്റ്. ഓക്കെ, ഞാൻ ജമ്പിങ് ജാക്സ് ചെയ്താൽ എൻ്റെ മൈക്ക് വീണു പോകും. നിന്നിട്ട് എന്തെങ്കിലും ചെയ്തോടാ. മാഷ് കാണിച്ചെടുത്താ, മാഷ് തന്നെ ഉണ്ടല്ലോ, നിന്നോളുതാ. ഒരു എക്സസൈസ് എന്തെങ്കിലും ചെയ്യും. ഓക്കെ, മാഷ് കാണിക്കുന്നത് ചെയ്താൽ മതി. ടയർഡാവുന്ന താഴ്ത്തിക്കോളി, ടയർഡാന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പം നമുക്ക് ഇരുന്നോളി. നമുക്കിപ്പോൾ വീട്ടിൽ ചില ആൾക്കാർ പ്രമേഹമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കൊണ്ടുമ്പോൾ എന്ത് ചെയ്യാൻ തരാം? കാലിങ്ങനെ മേലോട്ട് പൊക്കുക, ഇങ്ങനെ പൊക്കുക. അത് ഇരുന്നിടത്തും ചെയ്ത് നോക്കി. ഓക്കെ, നിങ്ങളെ പ്രമേഹ രോഗികളൊക്കെ ഉള്ളവർക്ക് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലൊരു എക്സസൈസാണ്. നമുക്ക് അവിടെ ഇരുന്നിടത്തുനിന്ന് ചെയ്യാം. മനസ്സിലായില്ലേ? ഇതിനൊന്നും ഒരു എഫോർട്ട് നമുക്ക് വേണ്ട. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെ നിങ്ങൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ആക്കിയാൽ മതി. കിട്ടിയില്ല ഒരു വ്യായാമം, ഇതാർക്കും ചെയ്യാം. പക്ഷെ പ്രമേഹ രോഗികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് ലേറ്റസ്റ്റ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഒരു ജേണലിൽ കണ്ടതാണ് ഞാൻ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളടുത്ത് വരുന്ന ഒരുപാട് പ്രഷറുള്ള രോഗികൾക്ക് ഞാൻ 2 വ്യായാമം പറഞ്ഞു കൊടുക്കലുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് വാൾ സിറ്റ് എന്നറിയോ? ഇതാ ഒന്നുമില്ല, എല്ലാവരും അങ്ങനെ ഇരിക്കും. ഇതാ കസേര മറ്റി ഇങ്ങനെ ഇരിക്കും. ഇതാ വാൾ സിറ്റ് അല്ല, ഒന്നുമില്ല. ഒരു ലോകത്തെ പ്രഷർ കുറക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യായാമമാണ്. പിന്നെ പ്ലാങ്ക് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കണം. പക്ഷേ അതായിരിക്കട്ടെ, മാഷ് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം അല്ലേ? ഷൂ ഏതായാലും അതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനല്ലേ മാഷ? കറക്റ്റ് അല്ലേ? അല്ലേ, കറക്റ്റ് അല്ലേ? ഇതാ ഇങ്ങനെ ചെയ്യാം. 10-15. നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രഷറുള്ള രോഗികളുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ലാതിരിക്കൂല. അവരോട് പോയിട്ട് ഈ 2 എക്സസൈസ് ചെയ്യാൻ പറയാം. ഇത് ഒരു 10 മിനിറ്റ് രാവിലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അവരെ ബ്ലഡ് പ്രഷർ നന്നായിട്ട് കുറയും. ഞാൻ പറഞ്ഞതല്ല, ഇതൊക്കെ റിസർച്ചിലൂടെ ബോധിച്ചത്. എന്ത് എക്സസൈസ് ചെയ്താലും ഈ ജീവിതശൈലി രോഗങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? ഇപ്പോൾ ബ്ലഡ് പ്രഷർ നമ്മൾ മരുന്ന് കഴിച്ചു, ബ്ലഡ് പ്രഷറിൻ്റെ നമ്പർ കുറയും. ബ്ലഡ് ഷുഗറിന് നമ്മൾ മരുന്ന് കഴിച്ചു, ഷുഗറിൻ്റെ നമ്പർ കുറയും. പക്ഷെ അസുഖം മാറൂല. അതാണ് ഈ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള രോഗികൾ ജീവിതകാലം മുഴുവനും ഗുളിക കഴിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ്. കാരണം അവരെ നമ്പർ കുറയും. അപ്പം ഇത് ശരിക്കും അസുഖം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ റൂട്ട് കോസ് ആയിട്ടുള്ള ജീവിതശൈലി കൊണ്ട് തന്നെ നമ്മൾ മാറ്റണം. അപ്പം ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് വെറും പ്രഷറുള്ളവർക്ക് മാത്രം ചെയ്യാനുള്ളതല്ല, നമ്മുടെ മടിയന്മാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് വേറെ ഒന്നും വരുന്നില്ലല്ലോ, ജോയിൻസിന് പെയിന് ഒന്നും വരില്ല. ഇത് നമ്മുടെ ബോഡി തന്നെയാണ്. ഇതിൽ നമ്മുടെ ഐസോമെട്രിക് എക്സസൈസ് ആണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ഇതാ മാഷ് പറഞ്ഞൊരു വലിയൊരു പോയിന്റ്, റെയിൽവേ സ്റ്റേഷൻ എക്സസൈസ് അല്ലേ? അത്തരം എക്സസൈസുകളെ നമ്മൾ സാധാരണ പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമുക്ക് വളരെ കറക്റ്റ് ആണ് അല്ലേ? അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയവും എവറിഥിങ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അന്ന് ചെയ്തിരുന്നല്ലോ, ടൂർ പോയത് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ പഠനം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒന്നാണോ? ഒരിക്കലും അല്ല. ഇന്ന് നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാനുള്ളത് ആർക്കാണ്? നിങ്ങൾ ഇപ്പുറത്തുള്ള കുട്ടിക്കോ അപ്പുറത്തുള്ള കുട്ടിക്കോ ആണോ? ഇന്ന് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഒരുപക്ഷെ ഞാനൊക്കെ ഒരു ദിവസം 10 കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ചില ക്രിയേറ്റേഴ്സ് ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് വേറെ പണി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എനിക്കിത് ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നും വരാറില്ല.
ഒരു എ ഐ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കൂടെ ഈ ഒരു ഫോണ്, ഇതിലുള്ള AI ഫീച്ചേഴ്സ് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ AI ഫീച്ചേഴ്സ് ഞാൻ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ പഠനം സ്റ്റോപ്പ് ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാനൊരു കുട്ടി, ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന കുട്ടിയാണ്, നമ്മളൊക്കെ എങ്ങനെ പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ഇങ്ങനെ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, പഠനത്തിന് അന്ത്യം കുറിക്കരുത്. പഠനം അന്ത്യം കുറിച്ചാൽ എന്താ സംഭവിക്കാമെന്നറിയോ? നിങ്ങളെ തലച്ചോറ് ഏജ്ഡ് ആവും, നിങ്ങളെ തലച്ചോറിന് പ്രവർത്തനശേഷി ഇല്ലാതായി പോകും. അപ്പം നിങ്ങളെ മറ്റെല്ലാ ആരോഗ്യത്തിനെ അത് ബാധിക്കും. നമ്മൾ ജീവിതാവസാനം വരെ പഠിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അതിനപ്പുള്ള ന്യൂസും മറ്റേതും മറിച്ചതും നോക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങളെ ബ്രെയിനിനെ പവർ ഇൻക്രീസ് ചെയ്യുന്ന, നിങ്ങളെ ആരോഗ്യത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം. അതിന് ഏറ്റവും നല്ലത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഈ ഒരു കാര്യം പറയാൻ തന്നെ എത്രയോ ബുക്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സസൈസ്, മെഡിസിന്, അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ തുടങ്ങണം എന്നാണ് ഞാൻ പറയാം. അതിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സമയം കളയല്ല വേണ്ടത്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി സമയം കളയണ്ട. നിങ്ങളെ കാരിയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം. എന്താ നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നില്ലേ? അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കാരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അപ്ലോഡ് ചെയ്തുകൂടാ? നിങ്ങളെ ബ്രെയിൻ പവർ, ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതും ഫേസ്ബുക്ക് തുടങ്ങുന്നതും എനിക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കാനോ അതിലൂടെ വലിയ ആളാവാനോ വേണ്ടിയല്ല. ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്നും പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരു വണ്ടിയിൽ എനിക്ക് ഇവിടുന്ന് കോഴിക്കോട് പോകേണ്ടി വരാറുണ്ട്. ചില പ്രൊസീജിയറൊക്കെ ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും പഠിച്ചുകൊണ്ടാണ് പോവുക. കാരണം എൻ്റെ മുമ്പിൽ എന്താണ്, എന്തെങ്കിലും വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ പഠനത്തെ നിങ്ങളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. നിങ്ങളെ ബ്രെയിനിൻ്റെ ന്യൂറോൺസ് നമുക്കറിയാം, അതിന് ലിമിറ്റഡ് ആയുസേ ഉള്ളൂ അല്ലേ? പക്ഷേ നമ്മളെ ബ്രെയിനിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതിനെക്കൊണ്ട് നമ്മളൊരു ഹാബിറ്റ് ഫീഡ് ചെയ്തിട്ട് കൊടുത്താൽ ഇതെന്നും ആക്റ്റീവായി നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു ഇന്ന് തീരുമാനിക്കുക, ഈ ഒരു മാസം, ഈ 2025 തുടങ്ങിയാണല്ലോ, എന്തൊരു പുതിയൊരു ഭാഷ പഠിക്കുക. ജപ്പാനീസ് ഭാഷ പഠിച്ചോ, ചൈനീസ് ഭാഷ പഠിച്ചോ, എന്തെങ്കിലും പുതിയൊരു ഭാഷ പഠിച്ചാൽ നിങ്ങളെ തലച്ചോറിനെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കുകയാണ്. നമ്മുടെ തലച്ചോറിനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചുകൊണ്ടേയിരിക്കണം. പണിയെടുപ്പിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? തലച്ചോറിൻ്റെ ഉള്ളിൽ നമ്മൾ പണ്ടേ ഇട്ട് കൊടുത്ത ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ അതങ്ങോട്ട് നമ്മൾ അൽക്കുലത്തായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടാത്ത ഒരുപാട് ചിന്തകൾ നിറഞ്ഞങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. തലച്ചോറിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? ഇതിന് പണിയെടുക്കാൻ ഇഷ്ടമല്ല. പണിയെടുപ്പിച്ചാൽ തലച്ചോറ് ശരിക്കും പണിയെടുക്കുകയും ചെയ്യും. നമ്മൾ അതിനെക്കൊണ്ട് പണിയെടുപ്പിച്ചാൽ അത് എടുത്തുകൊണ്ട്, ഇപ്പോൾ ഡ്രഗ്സിനൊക്കെ അടിമപ്പെടുന്നവർ എന്താ ചെയ്യുന്നത്, അവർ തലച്ചോറിൽ ഇത് ഏറ്റവും പ്ലഷർ നിൽക്കുന്ന ഒരു സാധനമാണെന്ന് ഫീഡ് ചെയ്ത് കൊടുത്തു. അവർക്കറിയാം ഇത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും എന്നറിയാം. ഒരുപാട് ഇപ്പം എനിക്കറിയാം, MDMA, മെത്ത് എന്ന് പറഞ്ഞ സംഭവമൊക്കെ അടിച്ചിട്ട് വന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടതാണ്. MDMA അടിച്ചിട്ട് നിർജ്ജലീകരണം സംഭവിച്ച് ഇപ്പം മരിച്ചു പോകുമെന്നുള്ളൊരവസ്ഥ വരെ എത്തിയൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വെള്ളം എടുത്ത് കൊടുത്തതാണ് കുട്ടിക്ക്. എന്നിട്ട് സിസ്റ്ററിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ മയക്കുമരുന്ന് വെച്ചവർക്ക് വെള്ളം എടുത്ത് കൊടുത്തത്? ഞാൻ പറഞ്ഞ ആൾ ജീവൻ ഔട്ടായി പോകും, അല്ലെങ്കിൽ നിർജ്ജലീകരണം സംഭവിച്ചതാ. കഴിഞ്ഞ മാസം ഒരു കുട്ടി വന്നു, പല്ലിങ്ങനെ ഒന്നായിട്ട് വികൃതമായി കിടക്കുക, പല്ലൊക്കെ പൊടിഞ്ഞ് പാളീസായി കിടക്കുക. അപ്പൊ എന്താ സംഭവം? പിന്നാണ് അറിയുന്നത് ഈ കുട്ടി മെത്ത് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് പല്ല് ഇങ്ങനെ ആയതാണ്. മെത്ത് മൗത്ത് എന്നാ പറയാതെ. ഇത്രയും അപകടം ഉണ്ടാക്കുന്ന വസ്തുക്കളിലേക്ക് പോലും ഇന്നത്തെ കൗമാരം ചേക്കേറാൻ കാരണം എന്താ? അവർക്ക് പ്ലഷർ നൽകുന്ന ഒരു കാര്യമാണിത് എന്ന് അവരാരോ ഒന്ന് ബോധിപ്പിച്ചു കൊടുത്തു. അവരെ തലച്ചോറ് അത് ഏറ്റെടുത്തു. അവരിങ്ങനെ പല തവണകളായി ഇത് ആവർത്തിച്ചപ്പം തലച്ചോറ് വിചാരിച്ചു, എന്ത് മെത്ത്, പുക വലിച്ചു വരുന്ന ആൾക്കാരൊക്കെ കണ്ടാൽ എന്താ തോന്നുക? അവരെ ചുണ്ടുകളിലേട്ട് നോക്കുകയാണെങ്കിൽ മൊത്തം കൊളാക്കി വെച്ചിട്ടുണ്ടാവും. അവരെ ആന്തരിക ശരീരം അതിലേറെ കൊളാക്കിയിട്ടുണ്ടാവും. ഓരോ മയക്കുമരുന്ന് വസ്തു നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പം അത് എങ്ങനെ നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു ലങ് ക്യാൻസർ ആയിട്ട് ഒരാൾ വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കണ്ട അന്ന് തൊട്ട് മുപ്പരോട് പറയും, നിങ്ങൾ വലി നിർത്തണം കേട്ടോ, വലി നിർത്തണം, അല്ലെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ ക്യാൻസറിനെ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്യാൻസറിനെ നട്ടു വളർത്തുകയാണ്. നമ്മൾ എപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു ദുശ്ശീലം അല്ലെങ്കിൽ ഇതുപോലുള്ള ഹാബിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ആന്തരിക ലെവലിൽ എന്തുണ്ടാക്കുന്നു എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ, നമ്മൾ അമിതമായി ഷുഗർ കഴിക്കുമ്പോൾ, ഒരാൾ ഒരു ദിവസം എത്ര ഷുഗർ കഴിക്കാം? 9 ടീസ്പൂണ് പുരുഷന്മാർക്കും 6 ടീസ്പൂണ് സ്ത്രീകൾക്കും എന്നാണ് ഞാൻ കേട്ടത്. സ്ത്രീകൾ കുറച്ച് ഷുഗർ കുറക്കുന്നതാണ് നല്ലത്.
കുറച്ചുകൂടിയും കുറക്കണം എന്നാണ് പറയുന്നത്. ഇതിലേറെ ഷുഗർ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത്ര അളവിൽ ഷുഗർ അവിടെ എത്തുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് എനർജി നൽകും അല്ലേ? മാഷ് ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് എനർജി കിട്ടാൻ കുറച്ച് ഷുഗർ വേണം. അതിലേറെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ലെവലിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇൻഫ്ലമേഷൻ എന്ന് പറയാം, നീർവീക്കം ഉണ്ടാക്കുക എന്നാ പറയാം, നീർവീക്കം ഉണ്ടാക്കുക എന്നാണ് പറയാം. മനസ്സിലായില്ലേ? അത് അമിത സ്ട്രെസ് എടുത്താലും അതുണ്ടാവും. നിങ്ങൾ ഒരു കാര്യത്തിൽ അനാവശ്യമായിട്ട് ഒരുപാട് സ്ട്രെസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്താ സംഭവിക്കുക? അത് നിങ്ങളുടെ ശരീരത്തിൽ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കോർട്ടിസോൾ പോലത്തെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ച് അതും നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് പിന്നെ ഹൃദയാഘാതമായിട്ട് ബ്ലോക്കായിട്ടൊക്കെ പരിവർത്തനം ചെയ്യുന്നത്, ക്യാൻസർ ആയിട്ടൊക്കെ പരിവർത്തനം ചെയ്യുന്നത് ആ ഒരു അവസ്ഥയാണ്. ഓക്കെ. അല്ല മാഷ് സുംബൻ്റെത് അപ്പൊ തീർച്ചയായിട്ടും സുംബ നടക്കണം. നമുക്കൊരു ഡാൻസ് ഇവിടെ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ സുംബ ചെയ്യുന്നതിന് മുമ്പൊക്കെ നമുക്ക് കുറച്ച് ലാഫ്റ്റർ യോഗ ടെക്നിക്കുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എപ്പോഴും കേട്ടോ. ഇതെപ്പോഴും നിങ്ങൾ അനുവർത്തിക്കേണ്ടതാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ലാഫ്റ്റർ യോഗ എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ ലാഫ്റ്റർ യോഗ എന്ന് പറഞ്ഞാൽ മറ്റു യോഗ പോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്വാസവുമായിട്ട് നമ്മൾ സിങ്ക്രണൈസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ക്ലാപ്പിംഗ് ആൻഡ് ചാൻറ്റിംഗ് എന്ന് പറയും. നമ്മളൊന്ന് ക്ലാപ്പ് ചെയ്യുന്നു എന്നിട്ട് അതിന് കൂടെ ഒരു മന്ത്രം ചെല്ലുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവരും കൈ ഇങ്ങനെ അടിച്ചോളൂ. ശ്വാസം ഉള്ളോട്ട് എടുത്തിട്ട് ബ്രീത്ത് ഇൻ, ക്ലാപ്പ്. Ha 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 ha. ഇനി വേണം നമുക്കൊരു 1 മീറ്റർ ലാഫ്റ്റർ യോഗ. പണ്ടൊക്കെ ടൈലർമാർ ഈ മീറ്റർ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടാണല്ലോ അളക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ ചെയ്താ ഹാ ഇനി നമുക്ക് വേണമെങ്കിൽ എല്ലാവരും അങ്ങോട്ടും കൊണ്ട് നോക്കിയിട്ട് ഗ്രീറ്റിംഗ് ലാഫ്റ്റർ യോഗ പറയാം. ഒരു ഗ്രീറ്റിംഗ് ലാഫ്റ്റർ യോഗ. എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്നിട്ട് ചിരിക്കുക. ഓക്കെ, ഇതാ ഓക്കെ. ഇതിൽ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മിമിക് മസിൽസിലൊക്കെ നമ്മൾ കൊടുക്കുന്ന വലിയൊരു എക്സസൈസാണ്. നമ്മൾ വിചാരിക്കേണ്ട, നമ്മൾ ഒരു 10 മിനിറ്റ് ചിരിച്ചാൽ തന്നെ അത്യാവശ്യം കലോറി ബേൺ ചെയ്യും. ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റിയ ലാഫ്റ്റർ യോഗ കാണിച്ചു തരാം. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ലയൺ ലാഫ്റ്റർ യോഗ എന്ന് പറയാം. ലയൺ ലാഫ്റ്റർ യോഗ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ വായ തുറക്കുക. എന്നിട്ട് ശ്വാസം ഉള്ളോട്ട് എടുത്തിട്ട് നമ്മൾ നാവ് പുറത്തോട്ടിട്ട് ചെയ്യാം. ഓക്കെ, സിംഹത്തെ പോലെ. ഇതാണ് ലയൺ ലാഫ്റ്റർ യോഗ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഇതൊരു അബന്ധിയാന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് ഇതൊക്കെ വേണ്ട സമയത്ത് ഈ ലാഫ്റ്റർ യോഗ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. സുംബ ഡാൻസ്